പ്രിയരെ, മന്ന ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയത്തിൻ്റെ സ്വാഗതം. ബൈബിൾ വായിക്കുമ്പോൾ പലപ്പോഴും കൗതുകം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കള്ളൻ്റെ അഭ്യർത്ഥനയെ ദൈവം മാനിക്കുമെന്നാണ് ക്രിസ്തുവിൻ്റെ തത്വം. ഒരുപക്ഷെ കുരിശിൽ കിടന്ന് തൻ്റെ തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിക്കുന്ന കള്ളനോട് ക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട്: ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലായിരിക്കും. അതുവരെ മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ നീതിബോധം പോവുകയാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ ചെയ്തികളെക്കുറിച്ച് പശ്ചാത്തപിക്കുമ്പോൾ അതുവരെ അവൻ ചെയ്തു വച്ചിരുന്ന മുഴുവൻ തിന്മകളെയും ഒരു നിമിഷം കൊണ്ട് മറവിയിലേക്ക് തള്ളി മാറ്റിയിട്ട് ഒരു ദൈവം അവന് സ്വർഗം വാഗ്ദാനം ചെയ്യുകയാണ്. ഇതെവിടത്തെ നീതിയാണ്? കാലം ഇതുവരെ പ്രാർത്ഥിച്ചും പരിത്യാഗങ്ങൾ ചെയ്തും പോയ മനുഷ്യൻ സ്വർഗത്തിൻ്റെ പടിവാതിക്കൽ വെച്ച് കുഴഞ്ഞു വീഴുമ്പോൾ അതുവരെ അപരാധങ്ങൾ ചെയ്തു പോയൊരു മനുഷ്യൻ കണ്ണുനീരിൽ പൊതിഞ്ഞൊരു വാക്കിനാൽ സ്വർഗത്തിലേക്ക് കയറ്റപ്പെടുന്നു. ഈ നീതിബോധത്തിൻ്റെ അർത്ഥം എന്താണ്? അതാണ് പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ ആഴങ്ങളെ കാണുന്ന കണ്ണുകളുള്ള ദൈവത്തിൻ്റെ ന്യായവിധി. യഥാർത്ഥത്തിൽ ദൈവം നിന്റെ ചെയ്തികളോ പ്രാർത്ഥനകളോ ഒന്നും കണ്ടിട്ടല്ല, ഹൃദയത്തിൻ്റെ ആഴങ്ങളെ മുറിക്കുന്ന പശ്ചാത്താപത്തിൻ്റെ ഉടമയാണോ എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ. ബൈബിളിലുടനീളം ദൈവം കരുണ കാണിച്ച മനുഷ്യരുടെ ജീവിതങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലായിടങ്ങളിലും നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഉൾക്കടമായ പശ്ചാത്താപത്തിൻ്റെ ഉടമകളെ ദൈവം ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കും. അതാണ് ആ കള്ളനോട് ദൈവം കാണിച്ച നീതിബോധവും. അതുകൊണ്ട് നമ്മൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ യഥാർത്ഥ പശ്ചാത്താപം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കൂടെ ഓർക്കുമ്പോൾ തന്നെ അവൻ്റെ സന്നിധിയിൽ പശ്ചാത്താപമുള്ളൊരു ഹൃദയം, ദാവീദൊക്കെ ചെയ്തതുപോലെ കണ്ണുനീരോടുകൂടെ ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരിടമുണ്ട്. അതുപോലെയൊക്കെ ആകുക. ദൈവം അനുഗ്രഹിക്കട്ടെ.